എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ HbA1c 7.8 നിന്ന് 6.5 എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് കാരണമായത് ഞാൻ ഒരു സച്ചിൻ പാണ്ഡ എന്ന് പറയുന്ന ഒരു റിസർച്ചിന്റെ സാൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് കാലിഫോർണിയയിലുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബയോളജിയിലുള്ള പല പ്ലാന്റ് ആനിമൽ എല്ലാ ബയോളജിയിലുള്ള റിസർച്ചസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു റിസർച്ചറായ ഡോക്ടർ സച്ചിൻ പാണ്ഡയുടെ ഡോക്ടർ രംഗൻ ചാറ്റർജി എന്ന് പറയുന്ന ബ്രിട്ടനിലുള്ള ഒരു മെഡിക്കൽ ഡോക്ടറുമായിട്ടുള്ള കോൺവെർസേഷൻ ലിസൺ ചെയ്തിട്ട് അതിന് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അവരുടെ ബുക്ക് വാങ്ങിച്ചു, സച്ചിൻ പാണ്ഡയുടെ ബുക്ക് വാങ്ങിച്ച് വായിച്ചാണ് ഞാൻ ഇത് ലോവർ ചെയ്തത്. 15 ദിവസം കൊണ്ട് എനിക്ക് നല്ല വ്യത്യാസം വന്നു. അപ്പൊ എന്താണ് ഏത് മെത്തഡാണ് ഞാൻ ഉപയോഗിച്ചത്? ഈ മെത്തേഡിന്റെ പ്രധാനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഓർ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് ആണ്. അപ്പൊ ഈ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഒരു ഈറ്റിംഗ് വിൻഡോയും ഒരു ഫാസ്റ്റിംഗ് വിൻഡോയും. അപ്പൊ ഈറ്റിംഗ് വിൻഡോയിൽ നമ്മൾ കഴിക്കുക, ഫാസ്റ്റിംഗ് വിൻഡോയിൽ ഒന്നും കഴിക്കാതിരിക്കുക, വെള്ളം മാത്രം കഴിക്കുക. വേറെ വേണമെങ്കിൽ മുരിങ്ങയിലായിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കാമെന്ന് പറയുന്നു, പക്ഷെ ബെസ്റ്റ് ഇസ് ജസ്റ്റ് ഹാവ് വാട്ടർ. അപ്പൊ ഈ ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് 15 ദിവസത്തിനകം നമ്മളുടെ ശരീരത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരും, നമ്മുടെ ബ്ലഡ് ഷുഗർ വളരെയധികം വ്യത്യാസപ്പെടും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോ എനിക്കത് ശരിയാണെന്ന് തോന്നാൻ കാരണം നമ്മളുടെ ആയുർവേദം ഇത് പറയുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് ഷുഗർ ചില സമയത്ത് നമ്മുടെ ശരീരത്തിലെ അഗ്നി കുറയുമെന്നും ചില സമയത്ത് കൂടുമെന്നും അദ്ദേഹം ആയുർവേദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഷാരോന്റെ വീഡിയോ ഉണ്ട്, എപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, എപ്പോൾ പഴങ്ങൾ തിന്നാം, ശരീരത്തിലെ അഗ്നി കൂടിയിരിക്കുമ്പോൾ പഴങ്ങൾ തിന്നാം എന്നൊക്കെ അവര് പറയുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം ഈ ബോഡിക്ക് ഒരു റിതമുണ്ട്, അത് നമ്മളുടെ സൂര്യോദയവും സൂര്യാസ്തമയവും ആയിട്ട് കണക്റ്റഡ് ആണ്. അതിനെയാണ് സിർക്കേഡിയൻ ക്ലോക്ക് എന്ന് പറയുന്നത്, ശരീരത്തിന്റെ സിർക്കേഡിയൻ ക്ലോക്ക്. നമുക്ക് മാത്രമല്ല ചെടികൾക്കും ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട് ചെടികൾ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ. അത് ബ്രീത്ത് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ബ്രീത്ത്സ് ഔട്ട് ഓക്സിജൻ ഡ്യൂറിങ് ദ നൈറ്റ്. അതുകൊണ്ട് ചെടി നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുപോലെ ഒരു സൈക്കിൾ നമുക്കും ഉണ്ട്. അപ്പൊ നമ്മളുടെ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഭക്ഷണം കഴിക്കണം. അല്ലാത്ത നമ്മൾക്ക് ഫേവറബിൾ ആയിട്ട് ഫുഡ് കഴിക്കാൻ വയ്യാത്ത സമയത്ത് കഴിക്കാതിരിക്കണം. അതാണ് ഏറ്റവും ഒന്നാമത്തെ മെത്തേഡ് ആൻഡ് ദ ബെസ്റ്റ് മെത്തേഡ്. അപ്പൊ അതാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഞാൻ ഒരു വീട്ടിലിരിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് എനിക്കിത് എൻ്റെ ഈ സണ്ണും എൻ്റെ ബോഡി ക്ലോക്കുമായിട്ടൊക്കെ വളരെയധികം അലൈൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മിനിമം 10 hours ആണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ 14 മണിക്കൂർ അതിനേക്കാൾ അല്പം കൂടുതലുമായിട്ട് മിക്കവാറും ഫാസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ ഋതം എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എഴുന്നേറ്റ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാവൂ. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ശരീരം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അതിനകത്ത് ഒരു ഹോർമോൺ ശരീരം ഉൽപ്പാദിപ്പിക്കും. അത് മെലറ്റോണിൻ എന്നാണ് പറയുന്നത്. ആ മെലറ്റോണിന്റെ ഉൽപാദനം എന്തിനാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരം ഉറങ്ങാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഹോർമോണാണ്. പക്ഷെ ഈ മെലറ്റോണിന്റെ ഉൽപാദനം കൂടുന്നതനുസരിച്ച് ഇൻസുലിന്റെ ഉൽപാദനം കുറഞ്ഞ് വരും. മെലറ്റോണിൻ കൂടുന്നത് ഉച്ച കഴിഞ്ഞ് സന്ധ്യാകാറാകുമ്പോഴേക്കും മെലറ്റോണിന്റെ ഉൽപാദനം കൂടി വരികയും ഇൻസുലിന്റെ ഉൽപാദനം കുറഞ്ഞു വരികയും ചെയ്യും. രാവിലെ നമ്മൾ എണീക്കാറാകുമ്പോൾ നമ്മൾ ഒരു 2 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ മെലറ്റോണിൻ പെതുക്കെ താഴുകയും ഇൻസുലിൻ പെതുക്കെ ഉണർന്നു വരികയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ശരിയായ രീതിയിൽ ഫുഡ് ഹാൻഡിൽ ചെയ്യാൻ ഇൻസുലിന്റെ ഉൽപാദനം എത്തണമെങ്കിലും മെലറ്റോണിന്റെ ഉൽപാദനം കുറയണമെങ്കിലും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് 2 മണിക്കൂറെങ്കിലും ആകണം. ഇതാണ് സം ആൻഡ് സബ്സ്റ്റൻസ്. അതായത് ഉണർന്നെഴുന്നേറ്റ് 2 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് സന്ധ്യയ്ക്ക് വരെയാണ്, സന്ധ്യ ആകുന്നതിന് കുറച്ച് മുമ്പ് വരെയാണ് നമ്മളുടെ ശരീരം ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന സമയം. നമ്മളുടെ ശരീരത്തിൽ 2
ക്ലോക്കുകളുണ്ട്. ഒന്ന് ഈ മെലറ്റോണിൻ ഇൻസുലിൻ ബാലൻസ് നിലനിർത്തുന്ന ബ്രെയിൻ ക്ലോക്കാണ്. അത് ട്രിഗർ ചെയ്യുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് ആണ്. അപ്പൊ നമ്മൾ എണീക്കുന്നത് 3 മണിക്കാണെന്ന് വെച്ചു, രാവിലെ നമ്മൾക്ക് 5 മണിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അദ്ദേഹം പറയുന്ന എണീറ്റിട്ട് നല്ല ഒരു ലൈറ്റ് ഓൺ ആക്കി വെച്ച് നമ്മളുടെ ശരീരത്തിനെ നേരം വെളുത്തു എന്ന് തോന്നിപ്പിച്ച ശേഷം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയുള്ള പല ഈ ഷിഫ്റ്റ് വർക്കേഴ്സിനൊക്കെ പല തരത്തിലുള്ള അഡ്വൈസ് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഞാൻ എന്നെ പോലെയുള്ളവരുടെ കാര്യം കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഈ മെലറ്റോണിൻ ഉൽപാദനം ഞാൻ പറഞ്ഞല്ലോ, സന്ധ്യയ്ക്ക് തുടങ്ങിയാൽ നമ്മൾ എണീറ്റ് ഒരു 2 മണിക്കൂർ കഴിയുന്നത് വരെ അതിൻ്റെ സന്ധ്യയ്ക്ക് തുടങ്ങി കൂടി വന്ന് നമ്മൾ എണീറ്റ് കഴിഞ്ഞ 2 മണിക്കൂർ വരെ കുറഞ്ഞു വരും. നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഇത് നല്ല മാക്സിമം ആയിട്ട് ഇരുന്ന് നമ്മൾക്ക് കാമായിട്ടുള്ള ഉറക്കം തരും. ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് വെളിയിലൊക്കെ മെലറ്റോണിൻ മരുന്നായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ കാമായിട്ട് ശരീരത്തിന് ഉറങ്ങാനായിട്ട് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇൻസുലിനെ ആ സമയത്ത് താഴ്ത്തി വെക്കും. പക്ഷെ വേറെ ഒരു ക്ലോക്ക് ഉണ്ട്, അതാണ് ലിവർ. അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ലിവർ ഉണർന്നെണീക്കും. ലിവർ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാല് പിന്നെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാല്, ലിവർ ഉണർന്നു കഴിഞ്ഞാൽ അത് ആക്റ്റീവാകും. അത് ആക്റ്റീവായി കഴിഞ്ഞാൽ അത് നമ്മളുടെ ദഹനത്തിനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ മെലറ്റോണിനൊക്കെ കൂടിയിരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ സിർക്കേഡിയൻ ഋതം തെറ്റിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ലിവർ അതിനെ ദഹിപ്പിക്കാനും, അത് ബൈലോ എന്തൊക്കെ എല്ലാത്തിലും ഇച്ചിരി ഫാറ്റേലും കാണും, എന്തേലുമൊക്കെ കാണും. അത് എന്തായാലും ഫുഡ് ചെല്ലുമ്പോഴത്തേക്കും ലിവർ ആക്റ്റീവ് ആവും. ലിവർ ആക്റ്റീവായി അതിൻ്റെ ക്ലോക്ക് സെറ്റ് ചെയ്യാതെ അത് പിന്നെ ആക്റ്റീവായിട്ട് അതെന്താ ഒരു 5 മണിക്കൂർ വീണ്ടും നമ്മളുടെ ദഹനമൊക്കെ 5 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ വരും. അപ്പൊ 5 തൊട്ട് 8 മണിക്കൂർ വരെ അത് വീണ്ടും ആക്റ്റീവായിട്ടിരിക്കും. അത് ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ഈ ലിവറും എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം റെസ്റ്റിലായാലേ, ഷട്ട് ഡൗൺ ചെയ്യുവല്ല റെസ്റ്റിലായാലേ നമ്മുടെ ശരീരത്തിന് എല്ലാ ദിവസവും ആവശ്യമുള്ള റിപ്പയർ ആൻഡ് റീജുവനേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ശരീരം പല കാര്യങ്ങളും ചെയ്യും. അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉറക്കത്തിൽ ഇരിക്കുമ്പോഴാണ് ശരീരം നമ്മളുടെ കുടലിനെയൊക്കെ റിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ കുടലിന്റെ ലൈനിങ് ഒക്കെ എപ്പോഴും ഡാമേജ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഈ ഭക്ഷണം ആസിഡ്സ് എല്ലാം ചെന്ന് ഡാമേജ്ഡ് ആയിക്കൊണ്ടിരിക്കും. റിന്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരം ഇരിക്കും. നമ്മുടെ ശരീരം സ്വാമി രവിശങ്കർ പറഞ്ഞതുപോലെ അമൂല്യമായ ഒരു ഉപഹാരമാണ്. അപ്പൊ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ അബ്യൂസ് ചെയ്യരുത്. അപ്പൊ അതിനു വേണ്ടിയുള്ള സമയം ശരീരത്തിന് കൊടുക്കുകയും ശരീരം അതിനെ തന്നെ റിപ്പയർ ചെയ്ത് ഫിറ്റ് ആവുകയും ചെയ്യാനാണ് ഈ സിർക്കേഡിയൻ ഋതം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ സിർക്കേഡിയൻ ഋതം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ രാവിലെ എണീറ്റ് 2 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം തുടങ്ങുക, കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് നിർത്തുക. ഇതിന്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുക. വേണമെങ്കിൽ 2 ഭക്ഷണങ്ങളുടെ ഇടയ്ക്ക് ഒരു സ്നാക്ക് ആവാം. അപ്പൊ നമ്മൾ ഈ 3 ഭക്ഷണം കഴിക്കുമ്പോൾ 40% ആദ്യത്തേതിലും 25% അടുത്ത 2 ഭക്ഷണങ്ങളിലും കഴിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു 5%ഓ 10%ഓ കഴിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എനിക്ക് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് 40% ഒന്നും കഴിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ എനിക്ക് വല്ലാതെ പ്രയാസമാണ്. അപ്പൊ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് ഞാൻ 8:30 കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 12 മണി കഴിയുമ്പോൾ ഭക്ഷണം, ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കും. 4:30 കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡിന്നർ ഉണ്ടാക്കി 5:30 മുമ്പ് ഞാൻ അത് കഴിച്ചിരിക്കും. അടുത്ത ദിവസം ഇതുപോലെ 8:30 കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ 5:30 തൊട്ട് 5:30 വരെ എത്ര മണിക്കൂർ? 12 മണിക്കൂർ. പിന്നെ 8:30 എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ. അങ്ങനെ 15 മണിക്കൂർ, 14:30 തൊട്ട് 15 മണിക്കൂർ വരെ ഞാൻ ദിവസവും ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ശരീരത്തിന് റെസ്റ്റും എന്നെ തന്നെ റിപ്പയർ ചെയ്യാനുള്ള സമയവും കിട്ടും. അങ്ങനെയുള്ള 15 ദിവസം കൊണ്ടാണ് എൻ്റെ ഷുഗർ താന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണ്ടേ? എന്ത് വേണേ കഴിക്കാമോ? അല്ല, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കിയുള്ള ഭക്ഷണം കഴിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു സ്റ്റേപ്പിൾ ഫുഡ് നമുക്കുള്ളതാണ് പുഴുക്കലരി. നമ്മുടെ ചമ്പ പുഴുക്കലരി അല്ലെങ്കിൽ ജയ പുഴുക്കലരി. ഇതൊക്കെ വേഗം താമസമുള്ളത് എന്തുകൊണ്ടാണ്? അത് പുഴുങ്ങിയെടുത്തത് കൊണ്ട്, അത് കുക്ക്ഡ് ആൻഡ് കൂൾഡ് ആയതുകൊണ്ടും അതിനകത്ത് ധാരാളം റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ഉണ്ട്. ഈ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ഫൈബർ പോലെയാണ്. അപ്പൊ ഈ ഫൈബർ എടുത്ത് കളയുന്നത് കൊണ്ടാണ് പല ഭക്ഷണങ്ങളും ഹൈ ഗ്ലൈസീമിക് ആയത്. അതുപോലെ തന്നെ പൊടിക്കുക,
പൊടിച്ചൊക്കെ നമ്മളൊരു സാധനത്തിന് ഫൈൻ പൗഡറൊക്കെ ഗോതമ്പിനെ നല്ലതുപോലെ പൊടിക്കുമ്പോൾ അതിന്റെ സെൽ വോൾ എല്ലാം പൾവറൈസ് ചെയ്ത് പൊടിച്ചു കഴിയുമ്പോൾ അതിന്റെ ദഹനം വളരെ എളുപ്പമാകും. അതുപോലെ തന്നെയാണ് പല റാഗി മില്ലറ്റ്സ് ഒക്കെ നമ്മൾ പൊടിച്ച് അരച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ GI കൂടാൻ നല്ല സാധ്യതയുണ്ട്, കൂടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഈ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഈ നമ്മൾ റൈസിന് പകരം പാർബോയിൽഡ് റൈസ്, അതായത് പുഴുക്കലരി. അത് നമ്മൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മളുടെ ജീവിത രീതി അനുസരിച്ച് നമ്മൾക്ക് അവർ പറയുന്ന എല്ലാ ഭക്ഷണങ്ങളും ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അവക്കാഡോയും ആമണ്ട് ഫ്ലവറും ബദാമും നട്ട്സും ഒക്കെ നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുകയില്ല. ആദ്യം 15 ദിവസം അത് ഉപയോഗിച്ചാൽ നമുക്ക് കുറഞ്ഞു കിട്ടും. ആമണ്ട് അവക്കാഡോ ഒന്നും ഒരിക്കലും വാങ്ങിക്കരുത്. അപ്പോൾ നമ്മൾക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കണ്ടുപിടിച്ച് നമ്മൾ അതനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് രാവിലെ പുട്ടാണ്. അപ്പൊ പുട്ട് ഒരു ഹൈ GI ഫുഡാണ്. അപ്പൊ ഈ ഹൈ GI പുട്ടിനെ നമ്മൾക്ക് അതിന്റെ GI കുറയ്ക്കാം. നമുക്ക് ആ പുട്ടിന്റെ GI കുറയ്ക്കാനൊക്കെ അല്ലെങ്കിലും ആ മീലിന്റെ GI കുറയ്ക്കാം. കാരണം ഫാറ്റും പ്രോട്ടീനും ഫൈബറും അതിൽ ആഡ് ചെയ്യുക. അതിന് നമ്മൾ കറുത്ത കടല ആഡ് ചെയ്യുമ്പോൾ ഫൈബറും പ്രോട്ടീനും ആകും. കറിക്കകത്ത് തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഫാറ്റ് ആവും, അതാവും. അതിന്റെ കൂടെ എന്തൊക്കെയാണെങ്കിലും കുറച്ച് ലോ GI ഫ്രൂട്ടും വെജിറ്റബിളും ആഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് ആ മീല് ലോ GI ആവും. ഞാൻ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ റാഗിയുടെ ഒരു സേമിയാണ് ഉപയോഗിച്ചത്. അത് സേമിയ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രോസസ്ഡ് ആയിട്ട് അതിന്റെ എളുപ്പം ഷുഗർ കൂടാനും ഒക്കുന്നതാണ്. അതിനെ ഞാൻ സ്റ്റീം ചെയ്യുമ്പോൾ അതിനകത്ത് ഇച്ചിരി തേങ്ങ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ അതിൽ ധാരാളം വെജിറ്റബിൾസ് ഒരു മുട്ടയും ആഡ് ചെയ്ത് അതിനെ ഒന്ന് വഴട്ടി അതിനകത്ത് ഈ റാഗി ഇട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പൊ എനിക്ക് ഷുഗർ കൂടിയതേ ഇല്ല. അപ്പൊ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ പല രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഞാൻ കഴിക്കുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം, എല്ലാമല്ല എങ്കിലും ഓക്കെ വെക്കുമ്പോഴൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാം. അപ്പൊ ഞാൻ ഇത് ചെയ്തപ്പോൾ വേറെ ഒരു പ്രധാന കാര്യം ചെയ്തത്, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പ്രയാസമാണ്. നമുക്കൊരു ഗൈഡൻസ് വേണം. ആ ഗൈഡൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മൈസ് ആപ്പ് സ്റ്റോറിൽ നിന്ന്, ഗൂഗിൾ ആണെങ്കിൽ, ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറും, iOS ആണെങ്കിൽ ആപ്പ് സ്റ്റോറും നമ്മൾ ആക്സസ് ചെയ്തിട്ട് മൈ സിർക്കേഡിയൻ ക്ലോക്ക് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷനും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ ഇൻസ്ട്രക്ഷനും അതിന്റെ കൂടെ തന്നെ കുറെ ട്യൂട്ടോറിയൽ വീഡിയോസും ഉണ്ട് എന്തൊക്കെ ചെയ്യണം. പിന്നെ അതിൽ കുറെ ബ്ലോഗ്സ് ഉണ്ട്. ഞാൻ ആപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത് കാണിച്ചു തരാം. ഈ ബ്ലോഗ്സ് നമ്മൾ നോക്കിയാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്ത് 15 ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ചെയ്യുന്ന എക്സസൈസ്, കുടിക്കുന്ന വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ അതിൽ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യേണ്ടത് എന്താണെന്ന് അവർ തന്നെ അതിനകത്ത് തന്നിട്ടുണ്ട് പടങ്ങളായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതെല്ലാം എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സാധിക്കുമെങ്കിൽ നമ്മൾ നമ്മുടെ ബ്ലഡ് ഷുഗറും ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. 15 ദിവസത്തേക്ക് നമ്മളുടെ ഫാസ്റ്റിങ്ങും അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രാൻഡിയൽ ആഫ്റ്റർ ഈച്ച് മീൽ, 3 മീലുണ്ട്, പിന്നെ ബെഡ് ടൈം. അപ്പൊ നമ്മൾ 5 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എങ്കിലും ടെസ്റ്റ് ചെയ്യണം. അത് പ്രോഗ്രസീവായിട്ട് താഴ്ന്നു വരുന്നത് നമുക്ക് കാണാം. എനിക്ക് ആദ്യത്തെ ഒരു ദിവസം ഞാനിതെല്ലാം ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളായിരുന്നു. ഫംബ്ലിംഗ് ആയിരുന്നു അതിനകത്ത് രജിസ്റ്റർ ചെയ്ത്. പിന്നീടുള്ള 8 ദിവസം കൊണ്ടാണ് എനിക്ക് നല്ലതായിട്ട് ഇത് ചെയ്യാനും. അപ്പൊ എനിക്ക് കാണാം എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 150-ൽ നിന്ന് 120-ൽ താഴെ, 115, 112, 117 അങ്ങനെ ഉള്ള ലെവലിൽ എത്തുന്നത് കാണാമായിരുന്നു. പോസ്റ്റ് പ്രാൻഡിയൽ ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ 200 ഒന്നും ആകാതെ എപ്പോഴും 150-നകത്ത് നിൽക്കും. ചിലപ്പോഴൊക്കെ ഞാൻ കഴിച്ച ഭക്ഷണം അനുസരിച്ച് 180 വരെയൊക്കെ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഒരു 3 പ്രാവശ്യം, ഇപ്പൊ 22-23 ദിവസമായി പോയി കാണും. അപ്പൊ അത്രയും
നമുക്ക് കൺട്രോൾ കിട്ടും. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആപ്പിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഡേറ്റ നമ്മൾ അവർക്ക് അയക്കുന്നത്, പിന്നെ നമ്മൾ ലാബിൽ പോയി HbA1c ഒക്കെ ചെക്ക് ചെയ്യണം. അതിനകത്ത് വേറെ കുറെ കോസ്റ്റ്ലി ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 15 ദിവസം കഴിഞ്ഞ് ഞാൻ പോയി HbA1c കൊളസ്ട്രോളും മാത്രമാണ് ചെക്ക് ചെയ്ത്. ഇനി കുറെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും HbA1c കൊളസ്ട്രോളും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ 15 ദിവസം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് പറയും. എന്നോട് വെള്ളം കൂടുതൽ കുടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ ഇരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ മീലുകളെ കുറെ കൂടെ ഫൈബർ കൂടിയതും പ്രോട്ടീൻ കൂടിയതും ഫാറ്റ് അല്പം കൂടിയതും ആക്കി മാറ്റുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഈ സിർക്കേഡിയൻ ക്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇൻസുലിൻ വേണം. ഇൻസുലിൻ ഉള്ള സമയത്ത് നമ്മൾ കഴിക്കണം. അതാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ താമസിച്ചൊക്കെ പോകുകയും വരികയും ചെയ്യുന്നവരാണ് ഇങ്ങനെ കഴിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് 15 ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെക്കുറിച്ച് ഒരു നല്ല ബോധ്യം ഉണ്ടാകും. ഞാൻ എന്തൊക്കെയാണ് ശരിയായി ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് തെറ്റായി ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാകും. നമ്മൾ തന്നെ ആ ഒരു റിതമിലേക്ക് വീഴും. അത് കഴിഞ്ഞ് അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 12 വീക്സ് നമ്മൾ ഇത് തുടരുമ്പോഴത്തേക്കും ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഹാബിറ്റായിട്ട് മാറും എന്നാണ് അവർ പറയുന്നത്. അത് ഇപ്പോൾ എനിക്ക് അതൊരു ഹാബിറ്റ് ആയിട്ടുണ്ട്. 12 വീക്സ് ഒന്നും ആയില്ല, 22 23 ദിവസം ആയുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ഈ ഹാബിറ്റിന്റെ എക്സസൈസും ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറയാം. അത് യോഗ എന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം അതിൽ കുറച്ച് യോഗയും ബാക്കി ഫിറ്റ്നസ്സുമാണ്. അപ്പൊ ആ പ്രോഗ്രാമിൽ ചേർന്ന് അതിന്റെ ഹാബിറ്റും ഹെൽത്തി ഹാബിറ്റും ഉണ്ട്. അപ്പൊ ഈ ഹെൽത്തി ഹാബിറ്റ്സ് 2 എണ്ണമായി എനിക്കിപ്പോ യോഗ എവറിഡേ. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, യോഗ പറഞ്ഞവരും പറയുന്ന കാര്യം, നേരത്തെ ഉറങ്ങാൻ കിടക്കണം. നമ്മൾ മൊബൈലും കണ്ടുകൊണ്ട് ലേറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ മൊബൈൽ നേരത്തെ മാറ്റി വെക്കണം. നമ്മൾ ഉറങ്ങാൻ ഉള്ള സമയം പണ്ട് ഉറങ്ങുന്നതിനേക്കാൾ ഒരു ഹാഫ് ആൻ അവർ എഹെഡ് ആക്കണം. പിന്നെ പതുക്കെ 1 അവർ എഹെഡ് ആക്കണം. അങ്ങനെ നമ്മുടെ സ്ലീപ്പ് ഒരു 7 hours സ്ലീപ്പ് കിട്ടാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു വേറൊരു അഡ്വൈസ്. ഞാനും ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. എനിക്ക് 7 hours അറ്റ് സ്ട്രെച്ച് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഒരു ഷോർട്ട് നാപ്പ് എടുക്കും. അത് നിങ്ങൾക്കൊന്നും ജോലി ചെയ്യുന്നവർക്ക് പറ്റുകയില്ല. പക്ഷെ നെറ്റ് നോക്കിയിരിക്കുന്ന സ്വഭാവം എനിക്കും ഉണ്ട്. ചുമ്മാ ഓരോ വീഡിയോസ്, കുറെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ അപ്പനോട് വഴക്കുണ്ടാക്കുന്നു, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ കുറെ സമയം ഞാൻ വെറുതെ കളയും. ആ സമയമൊക്കെ നമ്മൾ ഇതൊക്കെ നിർത്തിയിട്ട് ബുക്ക് വായിച്ചാൽ മതി, അപ്പോൾ ഉറക്കം വരും. അപ്പൊ അങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റണം. അപ്പൊ എന്തൊക്കെ മാറ്റണം? ഒന്നാമത് നമ്മൾ സിർക്കേഡിയൻ റിതം അനുസരിച്ച് നമ്മുടെ ഈറ്റിംഗ് കൊണ്ടുവരണം. എണീറ്റ് കഴിഞ്ഞ് 2 മണിക്കൂർ, കിടന്നേക്കുന്നതിന് 3 മണിക്കൂർ മുമ്പും, പ്രിഫറബിളി സൂര്യൻ ഉദിച്ച് ഉയർന്നു വരുമ്പോഴാണ് കഴിക്കേണ്ടത്. അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോഴേക്കും കഴിച്ചു തീരുന്നത് നല്ലതാണ്. 6 മണിക്ക് 7 മണിക്കകം നിർത്താൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ 9 മണി വരെ പോകാം. 9 കഴിഞ്ഞ് ഒരിക്കലും കഴിക്കരുത്. രണ്ടാമത് 7 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്നതിന് ശ്രദ്ധിക്കുക. മൂന്നാമത് ലൈറ്റ് എക്സസൈസസ് 5 days a week എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ 4ാമത്, നിങ്ങളുടെ മീൽസിനെ ഹൈ GI മീലിൽ നിന്ന് മോഡറേറ്റ് GI ആക്കുക. അതിനുവേണ്ടി ഫൈബർ കൂട്ടുക, ഫാറ്റ് അല്പം കൂട്ടുക, പിന്നെ പ്രോട്ടീന് നമ്മൾക്ക് ആവശ്യമുള്ള പ്രോട്ടീനും കൊണ്ടുവരിക. പിന്നെ പറഞ്ഞ ഒരു കാര്യം, 50 വയസ്സിന് മുകളിലുള്ള ഡയബറ്റിക്സ് ആയിട്ടുള്ളവർക്ക് പ്രോട്ടീൻ കൂടുതൽ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് ചോറും പയറും പരിപ്പും ഒക്കെ കഴിച്ചാലും മിക്കവാറും നെസസറി പ്രോട്ടീൻ കിട്ടുമെങ്കിലും എന്നെ പോലെയുള്ളവർക്ക് മസിൽ ലോസ് ഒക്കെ വരുന്ന നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാർക്കോപീനിയ ഒക്കെ ഉള്ള ആളുകൾക്ക് കൂടുതൽ പ്രോട്ടീൻ, അറ്റ്ലീസ്റ്റ് 1 gram per kilogram ഓഫ് ബോഡി വെയിറ്റ് പ്രോട്ടീൻ വേണം. അപ്പൊ ഇതിന്റെയൊക്കെ വിശേഷവും എവിടെ നിന്നൊക്കെ ഡീറ്റെയിൽ കിട്ടാമെന്ന് ഞാൻ അറിയിക്കാം. നിങ്ങൾക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. അവിടെ ഇരിക്കുന്നവരുടെ ഒരു ആപ്പാണ്. അതിനകത്ത് നോക്കി നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ചാർജും ഇല്ല. ഈ 12 ആഴ്ച, ആദ്യത്തെ 15 ദിവസവും 12 ആഴ്ച യൂസ് ചെയ്യാം. അപ്പം നമ്മൾക്ക് ഒരു ഗൈഡൻസ് അതിൽ നിന്ന് വരും. കാരണം അവർ ടിപ്സ് ഒക്കെ അയക്കും. ടിപ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടാത്തത് എന്നൊരു ബോധ്യം കിട്ടും. 15 ദിവസം കഴിയുമ്പോൾ അവർ നമ്മുടെ തെറ്റുകൾ വല്ലതുമൊക്കെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് പിന്നെ 12 വീക്സ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊന്ന് വളരെയധികം ഹെൽത്തിയർ ആകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതിൽ ബ്ലഡ് ഷുഗർ മാത്രമല്ല, കൊളസ്ട്രോൾ ഒക്കെ മരുന്നില്ലാതെ താഴുമെന്നാണ് പറയുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത്, ഒരു കാലത്ത് നിങ്ങൾ ഒരു ചികിത്സയിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് ചാടിക്കേറി ചെയ്യരുത്. നിങ്ങളുടെ ഡോക്ടറിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മരുന്നിനെ റെഗുലേറ്റ് ചെയ്യുക, മരുന്നിന്റെ ടൈം മാറ്റുക. നമ്മളിപ്പോ 10 മണിക്കാണ് ഇൻസുലിൻ കുത്തിവെക്കുന്നതെങ്കിൽ 6 മണിക്ക് കഴിച്ചിട്ട് 10 മണിക്ക് കുത്തിവെച്ചാൽ അപ്പോഴത്തേക്കും ശരീരത്തിൽ ഒന്നും കാണത്തില്ല. ഇൻസുലിൻ വരുമ്പോഴത്തേക്ക് ഹൈപ്പോഗ്ലൈസീമിയ ആകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മരുന്നിന്റെ ടൈമിംഗ് മാറ്റണം, മരുന്നിന്റെ ഡോസ് മാറ്റണം, ഫ്രീക്വൻസി മാറ്റണം. അതൊക്കെ നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ച് ചെയ്തിട്ട് മാത്രമേ ഈ പ്രോഗ്രാമിലേക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടറിനോട് ഇതിനെക്കുറിച്ച് പറയുകയും ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ ലിങ്ക് ഒക്കെ വെച്ചേക്കാം, ഇദ്ദേഹത്തിന്റെ ടെഡ് ടോക്കിന്റെ ഒക്കെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡോക്ടറിനോട് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം എല്ലാം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എനിക്ക് ഞാൻ മരുന്നിലില്ലാത്തത് കൊണ്ട് എനിക്കിത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഹൈപ്പോഗ്ലൈസീമിയ വരുമെന്ന് എനിക്ക് പേടിക്കേണ്ട. അപ്പൊ അതാണ് ഏറ്റവും പ്രധാന കാര്യം. നമ്മൾ ഡോക്ടറോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുകയോ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണെങ്കിൽ, ബ്ലഡ് പ്രഷർ മരുന്ന്, ഏത് മരുന്നാണെങ്കിലും ആ മരുന്ന് ഭക്ഷണമില്ലാത്ത അവസ്ഥ ആ മരുന്നിന്റെ ഇഫക്റ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അത് കാരണം ഏത് മരുന്ന് ഏത് ട്രീറ്റ്മെന്റിലാണെങ്കിലും ഡോക്ടറിനോട് ചോദിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നാൾ അപ്ലോഡ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്ന് പറഞ്ഞ്, അതൊന്ന് കാണുക. അപ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഫുഡിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന്. ലഞ്ചും ഡിന്നറും ഒക്കെ ഞാൻ പുറകെ കാണിച്ചു തരാം. 15 days ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് എക്സ്പെൻസീവ് സാധനമൊക്കെ വാങ്ങിച്ചും അല്ലാതെ റെഗുലർ നിന്നൊക്കെ കുറച്ച് മാറി കഴിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോഴും ഞാൻ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ തുടർന്ന് ഇത് കുറഞ്ഞു വരുമ്പോൾ പിന്നെ കുറച്ച് കൂടെ നമ്മളുടെ മീൽസിനെ റീഡിസ്കവർ ചെയ്യുക എന്ന് പറയാം. ഞാൻ കാണിച്ചല്ലോ ആ റാഗി മീല്, അപ്പൊ അതുപോലെ വെല്ലമൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആഡ് ചെയ്ത് ലോക്കലായിട്ടുള്ള ഒരു ഹൈ കാർബ് ഫുഡിനെ നമുക്ക് ലോ കാർബായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നും ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നും കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ എക്സൈറ്റഡ് ആയതും ഇതിൽ ചേർന്നതും. അതുകൊണ്ട് എനിക്ക് ഇത്രയധികം ബെനിഫിറ്റ് ഉണ്ടായതും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നന്ദി, നമസ്കാരം. ഇത് നിങ്ങൾ നിശ്ചയമായിട്ടും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമ്മൾ ഒരു വലിയ റിസർച്ചിന്റെ ഭാഗമാകും. അവരോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. അവർക്ക് നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. 15 ദിവസം കഴിഞ്ഞ് ഇൻഫോം ചെയ്യും. അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. നമ്മൾക്കൊരു ഫ്രീ ഗൈഡൻസ് കിട്ടും. നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇതെല്ലാം. അവർക്ക് റിസർച്ച് സബ്ജക്റ്റ് ആണ്. ഒരു നല്ല കാര്യത്തിന് നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് നമ്മളോട് തന്നെയാണ്. നമ്മൾ ഹെൽത്തിയർ ആകാൻ നമ്മൾ മാത്രം വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളോടുള്ള ആ കമ്മിറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ആപ്പ്. അപ്പോൾ നിങ്ങൾ ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ക്വസ്റ്റ്യൻ ഇട്ടാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം ഉപകാരമാണ് ഈ യോഗ, ഹാബിൾഡ് യോഗ എന്ന് പറയുന്ന ഫിറ്റ്നസ് പ്രോഗ്രാം. അപ്പം നന്ദി, നമസ്കാരം.